ക്വാറി ഉടമ മലയൻകീഴ് സ്വദേശി ദീപുവിൻ്റെ കൊലപാതകം നടന്ന് ദിവസങ്ങൾ പിന്നിടുമ്പോൾ ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് പുറത്തുവരുന്നത്. കേസിൽ അറസ്റ്റായ സർജിക്കൽ ഉപകരണങ്ങൾ വിൽക്കുന്ന സുനിൽകുമാർ പോലീസിന് നൽകിയ മൊഴിയാണ് പുറത്തുവരുന്നത്. കേസിൻ്റെ ദുരൂഹത വർദ്ധിപ്പിക്കുന്നതാണ് സുനിൽകുമാർ നൽകിയ മൊഴി. ദീപുവിനെ കൊലപ്പെടുത്താൻ പ്രധാന പ്രതി മലയൻ സ്വദേശി ചൂടാറ്റുകോട്ട അമ്പിളി ഉപയോഗിച്ച സർജിക്കൽ ബ്ലേഡ് സുനിൽകുമാർ നൽകിയത്. അമ്പിളിയെ അറസ്റ്റ് ചെയ്തതിനു പിന്നാലെ ചോദ്യം ചെയ്യാൻ സുനിൽകുമാറിനെ തമിഴ്നാട് പോലീസ് വിളിച്ചിരുന്നു. പിന്നാലെ സുനിൽകുമാർ ഒളിവിൽ പോയി. സുനിലിൻ്റെ സുഹൃത്ത് പ്രദീപിനെ അറസ്റ്റ് ചെയ്തതിനു പിന്നാലെയാണ് സുനിൽ കീഴടങ്ങിയത്. സർജിക്കൽ ബ്ലേഡ് നൽകുമ്പോൾ കൊലപാതകമാണ് അമ്പിളിയുടെ ലക്ഷ്യമെന്ന് അറിയില്ലായിരുന്നു എന്നാണ് സുനിൽ പോലീസിനോട് പറഞ്ഞത്. മകനെ കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തിയെന്നും സുനിൽകുമാർ പോലീസിന് മൊഴി നൽകി. നെയ്യാറ്റിൻകരയിലും പാറശാലയിലും സർജിക്കൽ സാധനങ്ങൾ വിൽക്കുന്ന ബിസിനസ് ചെയ്യുകയാണ് സുനിൽ. സുനിൽകുമാർ നൽകിയ സർജിക്കൽ ബ്ലേഡ് ഉപയോഗിച്ചാണ് കൊലപാതകം നടത്തിയതെന്ന് പോലീസ് കണ്ടെത്തിയിരുന്നു. കൊലപാതകം നടന്ന 24 രാത്രി പാറശാലയിലെത്തി അമ്പിളി ആവശ്യപ്പെട്ട പ്രകാരമാണ് സർജിക്കൽ ബ്ലേഡ് നൽകിയതെന്ന് സുനിൽകുമാർ പോലീസിനോട് പറഞ്ഞു. കൊലപാതകത്തിന് ലക്ഷ്യമിടുന്ന കാര്യം അപ്പോൾ അറിഞ്ഞിരുന്നില്ല. തുടർന്ന് ഇരുവരും സുനിലിൻ്റെ കാറിൽ കളിയിക്കാവിളയിലെത്തി. ഒരു ജോഡി ഡ്രസ്സ് വാങ്ങി നൽകി വൈകിട്ടോടെ അയലത്ത് അമ്പിളിയുടെ വീട്ടിലെത്തിച്ചു. അവിടെ നിന്ന് നെയ്യാറ്റിൻകരയ്ക്ക് തിരികെ വരുന്ന വഴി മദ്യപാനത്തിനിടെയാണ് രാത്രി കൊലപാതകം നടത്തുമെന്ന് അമ്പിളി പറഞ്ഞത്. അതിനായി കളിയിക്കാവിള എത്തിക്കാനും സംഭവത്തിന് ശേഷം തിരിച്ച് വീട്ടിലെത്തിക്കാനും ആവശ്യപ്പെട്ടു. പറ്റില്ലെന്ന് പറഞ്ഞപ്പോൾ മകനെ കൊല്ലുമെന്ന് അമ്പിളി ഭീഷണിപ്പെടുത്തി. തുടർന്ന് സുഹൃത്തായ കേരള പോലീസിലെ ഉദ്യോഗസ്ഥനെ ഫോണിൽ ബന്ധപ്പെട്ടു. അടുത്തുള്ള പോലീസ് സ്റ്റേഷനിൽ വാഹനം കയറ്റാൻ ഉദ്യോഗസ്ഥൻ നിർദ്ദേശിച്ചു. എന്നാൽ അതിന് കഴിഞ്ഞില്ല. യാത്രയ്ക്കിടെ നെയ്യാറ്റിൻകരയിൽ നിന്ന് സുഹൃത്ത് പ്രദീപ് ചന്ദ്രനെ കൂടി കാറിൽ കയറ്റി. കളിയിക്കാവിളയിൽ കാത്തു നിൽക്കാമെന്ന് ഉറപ്പ് നൽകി അമ്പിളിയെ അമരവിള ബസ് സ്റ്റോപ്പിൽ ഇറക്കിവിട്ടു. തുടർന്ന് പ്രദീപിനൊപ്പം മദ്യപിച്ച ശേഷം ഫോൺ സ്വിച്ച് ഓഫ് ചെയ്ത് വീട്ടിൽ പോയി. പിറ്റേന്നാണ് ദീപുവിനെ കൊന്ന വിവരം അറിയുന്നതെന്നും സുനിൽകുമാർ പോലീസിനോട് പറഞ്ഞു. ആരെയാണ് കൊല്ലാൻ ലക്ഷ്യമിടുന്നതെന്ന് അമ്പിളി പറഞ്ഞിരുന്നില്ലെന്നും സുനിൽ പറഞ്ഞു. അതിനിടെ കൊലയ്ക്ക് ശേഷം അമ്പിളി 1 മണിക്കൂർ പ്രദേശത്ത് തുടർന്നത് സുനിൽകുമാറിനെ കാത്താണെന്നാണ് പോലീസിൻ്റെ നിഗമനം. ദീപുവിൻ്റെ കാറിലുണ്ടായിരുന്ന 10 ലക്ഷം രൂപ തട്ടിയെടുക്കാൻ അമ്പിളി സുഹൃത്തുക്കളുമായി ചേർന്ന് കൊലപാതകം നടത്തിയെന്നതാണ് പോലീസ് കരുതുന്നത്. ജൂൺ 24 തിങ്കളാഴ്ച രാത്രിയാണ് ക്വാറി വ്യവസായിയായ മലയൻകീഴ് അണപ്പാട് മുല്ലമ്പള്ളി ഹൗസിൽ എസ് ദീപുവിനെ കളിയിക്കാവിളയിൽ കാറിനുള്ളിൽ കൊല്ലപ്പെട്ട നിലയിൽ കണ്ടെത്തിയത്. കഴുത്തറുത്ത നിലയിലായിരുന്നു മൃതദേഹം. ദീപുവിൻ്റെ കയ്യിലുണ്ടായിരുന്ന 10 ലക്ഷം രൂപയും നഷ്ടമായിരുന്നു. തുടർന്ന് പോലീസ് നടത്തിയ അന്വേഷണത്തിലാണ് ഗുണ്ടയും നിരവധി ക്രിമിനൽ കേസുകളിൽ പ്രതിയുമായിരുന്ന അമ്പിളിയാണ് കൃത്യം നടത്തിയതെന്ന് വ്യക്തമായത്. ദീപുവിൽ നിന്ന് കവർന്ന പണത്തിൽ 7 ലക്ഷം രൂപയും ഇയാളുടെ വീട്ടിൽ നിന്ന് കണ്ടെത്തിയിരുന്നു.